ഇഗ്നോ MA സോഷ്യോളജിയിലെ 1-2 സിലബസിലെ 1-2 സെമസ്റ്ററുകളെക്കുറിച്ച് പറയുവാണ്. 2 കോർ കോഴ്സുകളാണ് SEM1-ലുള്ളത്. MSO001 സോഷ്യോളജിക്കൽ തിയറി, MSO002 റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ്. ഈ 2 പേപ്പറുകൾ ആണ് സോഷ്യോളജിയിലെ ഫൗണ്ടേഷനായിട്ട് മാറുന്ന പേപ്പറുകൾ. അതുപോലെ തന്നെ സെമസ്റ്റർ 2-ൽ MSO003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റും ഉണ്ട്, MSO004 സോഷ്യോളജി ഇൻ ഇന്ത്യയുമുണ്ട്. ഈ 1-2 സെമസ്റ്ററുകളാണ് ഫസ്റ്റ് ഇയറിലെ ആകെ വരുന്നത്. ഈ 2ാം സെമസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ ഫോക്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സും ഫോക്കസ് ചെയ്യുന്നു. 1ാം സെമസ്റ്റർ സോഷ്യോളജി തിയറിയുടെ ഫൗണ്ടേഷനാണ് എന്ന് പറയാം. ഇനി നമുക്കിതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1ാം സെമസ്റ്ററിലെ MSO001 സോഷ്യോളജിക്കൽ തിയറിയാണ്. ഇതിന് അതിൻ്റെതായ ക്രെഡിറ്റ് സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. എന്താണ് സോഷ്യോളജിക്കൽ തിയറിയിലെ 1ാമത്തെ യൂണിറ്റ് എന്ന് നോക്കാം. എമർജൻസ് ഓഫ് സോഷ്യോളജി, മീനിങ് ഓഫ് സോഷ്യോളജി തുടങ്ങിയവയാണ്. സോഷ്യോളജി അങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് 1ാമത്തെ തീമിൽ വരുന്നത്. അതിൻ്റെ മീനിങ്, സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് സോഷ്യോളജി. ആ രീതിയിൽ അഗസ്കോംത്തിനെ കുറിച്ച് 1838 അദ്ദേഹം അങ്ങനെയൊരു ടേം സോഷ്യോളജി എന്ന ടേം കോയിൻ ചെയ്തതിനെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളും, പിന്നെ സോഷ്യോളജി എന്ന വിഷയം ഉണ്ടായി വന്നതിൻ്റെ പിന്നിലുള്ള എമർജിങ്ങിന് കാരണമായ ഫാക്ടേഴ്സിനെ കുറിച്ചും, അതായത് വ്യവസായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ശാസ്ത്രീയ വിപ്ലവം, അതുപോലെ തന്നെ മുതലാളിത്തത്തിൻ്റെ വളർച്ച തുടങ്ങിയ, പിന്നെ ആദ്യകാല ചിന്തകന്മാരായ അഗസ്കോംത്ത്, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാർക്സ്, എമിൽ ദർഖീം, മാക്സ് വെബർ എന്നിവരെക്കുറിച്ചും. 2ാമത്തെ യൂണിറ്റിലെ പോസിറ്റിവിസം ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക്സ്. പോസിറ്റിവിസം എന്താണ്, അഗസ്കോംത്തിൻ്റെ പോസിറ്റിവിസം എന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു, 3 സ്റ്റേജ് തിയറി എന്താണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റിയുടെ വാല്യൂ ന്യൂട്രാലിറ്റി, സയൻറ്റിഫിക് ലോ ഓഫ് സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. സോഷ്യോളജിയുടെ ഫീച്ചേഴ്സാണിവ. ഇനി ക്രിറ്റിസിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യോളജിയിൽ ഈ ഇങ്ങനെ ഒബ്ജക്റ്റിവിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ പലപ്പോഴും വാല്യൂസിനെയും എൻ്റെ മീനിങ്സിനെയൊക്കെ ഇഗ്നർ ചെയ്യുന്നു. ഹ്യൂമൻ ബിഹേവിയർ നാച്ചുറൽ ഫിനോമിനയുടെയും ബിഹേവിയർ ഒരുപോലെയല്ല. അതുകൊണ്ട് നാച്ചുറൽ സയൻസിനെ പോലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിയെ 100% നോക്കിക്കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, ഒബ്ജക്റ്റിവിറ്റിക്ക് ഓവർ എംഫസൈസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഉള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. 3ാമത്തെ യൂണിറ്റ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചാണ്. കാൾ മാർക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് സ്ട്രഗിൾ, ഏലിയനേഷൻ, സർപ്ലസ് വാല്യൂ തിയറികളെ കുറിച്ച്, മെറ്റീരിയലിസ്റ്റ് കോൺസെപ്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എമിൽ ദർഖീമിനെ കുറിച്ചും മാക്സ് വെബറിനെ കുറിച്ചും പറയുന്നു. അതാണ് 3ാമത്തെ യൂണിറ്റ്. ആക്ച്വലി നമ്മൾ ഇന്ന് 3ാമത്തെ യൂണിറ്റാണ് പഠിക്കുന്നത്. ഓക്കെ, 5 യൂണിറ്റുകളുള്ളതിൽ 4ാമത്തേതും 5ാമത്തേതും കോൺഫ്ലിക്റ്റ് തിയറിയാണ്. നമ്മളിതൊന്നും അല്ല നോക്കുന്നത്. SEM1-ലെ MSO001 യൂണിറ്റ് 3 ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന കാര്യമാണ്. കാൾ മാർക്സ്, എമിൽ ദർഖീം, മാക്സ് വെബർ, ഇവർ 3 പേരാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്. അതിലാദ്യം കാൾ മാർക്സിനെ കുറിച്ച് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുക. ആരാണ് കാൾ മാർക്സ്? കാൾ മാർക്സ് വാസ് എ ജർമ്മൻ സോഷ്യൽ തിങ്കർ ആൻഡ് ഫിലോസഫർ. ഇങ്ങനെ എഴുതാൻ കിട്ടണം. ജർമ്മൻ സോഷ്യൽ തിങ്കറാണ്, ഫിലോസഫറാണ്. ഹി ഡെവലപ്ഡ് എ സയൻറ്റിഫിക് സോഷ്യലിസം. ശാസ്ത്രീയ സോഷ്യലിസം വികസിപ്പിച്ചത് അദ്ദേഹമാണ്. ഹിസ് ഐഡിയാസ് ഫോക്കസ് ഓൺ ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഇക്കണോമിക് ഇനീക്വാലിറ്റി. വർഗസമരം, അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം, ഈ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാം. എന്താണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എക്സ്പ്ലെയിൻസ് സോഷ്യൽ ചേഞ്ച് ത്രൂ മെറ്റീരിയൽ കണ്ടീഷൻസ്. ഭൗതിക സാഹചര്യങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്ന കഥയാണ് അതിൽ പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങളിലൂടെ ഉള്ള മാറ്റത്തിലൂടെ, മെറ്റീരിയൽ കണ്ടീഷൻസിൽ മാറ്റം വരുമ്പോൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും എന്നാണ്. ഇക്കണോമിക് സ്ട്രക്ചേഴ്സ് ഡിറ്റർമൈൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാമ്പത്തിക ഘടന എങ്ങനെയാണ് ലോകത്തിൽ, അതാണ് സാമൂഹിക സ്ഥാപനങ്ങളെ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഹിസ്റ്ററി മൂവ്സ് ത്രൂ ക്ലാസ് സ്ട്രഗിൾ. ചരിത്രം വർഗസമരത്തിലൂടെയാണ് മുന്നോട്ട് സഞ്ചാരം തുടരുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്താണ് വർഗസമരം എന്ന ചോദ്യം പ്രസക്തമാണ്. ക്ലാസ് സ്ട്രഗിൾ റെഫേഴ്സ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ്. വർഗസമരം എന്ന് പറഞ്ഞാൽ സാമൂഹിക സോഷ്യൽ ക്ലാസ്സസിനിടയിലുള്ള കോൺഫ്ലിക്റ്റാണ് വർഗസമരം. ഇറ്റ് മെയിൻലി എക്സിസ്റ്റ് ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അത് പ്രധാനമായും ഉടമകളും തൊഴിലാളികളും തമ്മിലാണ് വർഗസമരം. ഉടമകൾ മുതലാളിമാരും തൊഴിലാളികൾ താഴെ തട്ടിലുള്ളവരും ആയിട്ടുള്ള വിഭാഗമായിട്ട് വരുന്നു. മുതലാളികൾ ലാഭം കൊണ്ടുപോകുമ്പോൾ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം
ലഭിക്കുന്നു, അവർക്ക് കുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ, ഒടുവിൽ ഇത് സംഘർഷത്തിലേക്കാണ് വഴിതിരിക്കുന്നത്. ദിസ് കോൺഫ്ലിക്റ്റ് ഡ്രൈവ്സ് സോഷ്യൽ ചേഞ്ച്. ഈ സംഘർഷം ഒടുവിൽ വിപ്ലവത്തിനും അതിലൂടെ സാമൂഹ്യ മാറ്റത്തിലേക്കും വഴിതിരിക്കുന്നു. ഇതാണ് കാൾ മാർക്സ് പറഞ്ഞ ആശയം. എന്താണ് ഉൽപ്പാദനത്തിൻ്റെ രീതി എന്ന് കാൾ മാർക്സ് ഉദ്ദേശിച്ചത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോഴ്സസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിന് ചില ശക്തികളുണ്ട്, അതുപോലെ തന്നെ ഉൽപ്പാദന ബന്ധങ്ങൾ, അതായത് ഉൽപ്പാദനത്തിന് തൊഴിലാളി, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ കണക്റ്റഡാണ്. അതിൽ ഉൽപ്പാദന സാമഗ്രികളുടെ എല്ലാം ഉടമസ്ഥത എപ്പോഴും മുതലാളിയുടെ കയ്യിലാണ്. തൊഴിലാളിയുടെ കയ്യിലുള്ളത് വേജസ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ പകരം മുതലാളിയുടെ ഫാക്ടറിയിൽ പണിയെടുക്കാനായിട്ടുള്ള അധ്വാനശേഷി മാത്രമാണ്. അപ്പോൾ അധ്വാനശേഷി എന്ന് പറയുന്നതാണ് തൊഴിലാളിയുടെ കൈവശമുള്ളത്. അപ്പോൾ ഈ വേജസ് കിട്ടാൻ വേണ്ടിയിട്ട് മുതലാളിയെ ആശ്രയിക്കാതെ തരമില്ല തൊഴിലാളിക്ക്. അതാണ് അവിടെ അവർ തമ്മിലുള്ള ബന്ധം ഉൽപ്പാദന ബന്ധം മാത്രമാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഇക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയെ നിശ്ചയിക്കുന്നത് ഈ ഉൽപ്പാദന ബന്ധമാണ്, ഈ പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പാണ്. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് നമുക്കറിയാം. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, സോഷ്യലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഉൽപ്പാദന രീതികളുണ്ട്. അതിനെയാണ് ഇക്കണോമിക് സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് പല പല തരത്തിലുള്ള സ്വഭാവങ്ങളുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ടൂൾസ്, ടെക്നോളജി, ലേബർ ആൻഡ് സ്കിൽസ്. തൊഴിലാളിയുടെ അധ്വാനശേഷിയും അയാളുടെ തൊഴിൽ വൈദഗ്ധ്യവും വരെ അതിൽപ്പെടും. അതൊക്കെ ഉൽപ്പാദനത്തിൻ്റെ പ്രൊഡക്ഷൻ ഫോഴ്സസ് എന്നതിൽ പെടുന്നുണ്ട്. ടൂൾസ് വിടുന്നുണ്ട്, ടെക്നോളജി വിടുന്നുണ്ട്, മെഷീനറി വിടുന്നുണ്ട്, ലേബർ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും വിടുന്നുണ്ട്. ദേ ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അതായത് ചരക്കുകളുടെ ഉൽപ്പാദനത്തിൽ ഇത് സഹായകരമാണ്. ദേ ഷേപ്പ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് സാമ്പത്തിക പുരോഗതിയെ രൂപപ്പെടുത്തുന്നു എന്ന് പറയും. മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ്റെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? ദീസ് ആർ സോഷ്യൽ റിലേഷൻസ് എമംഗ് പീപ്പിൾ ഇൻ പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിലെ ആളുകളുടെ സാമൂഹ്യ ബന്ധങ്ങളാണ്. ദേ ഇൻക്ലൂഡ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. പലപ്പോഴും ഉടമസ്ഥതയും നിയന്ത്രണവും അതോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മുതലാളി വർഗം തൊഴിലാളി വർഗത്തിൻ്റെ മേൽ ഉടമസ്ഥതാവകാശം സ്ഥാപിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഉൽപ്പാദന സാമഗ്രികളുടെയും ടൂൾസിൻ്റെയും എക്യുപ്മെൻസിൻ്റെയും ഫാക്ടറി കെട്ടിടത്തിൻ്റെയും മെഷീനറിയുടെയും ഒക്കെ ഓണർഷിപ്പും അതിൻ്റെ കൺട്രോളും മുതലാളി വർഗത്തിൻ്റെ കയ്യിലാണ്. ഇതാണ് കാൾ മാർക്സ് പറയുന്നത്. ദേ ഡിഫൈൻ ക്ലാസ് പൊസിഷൻസ്. അപ്പോൾ ആര് സമൂഹത്തിലെ ഏതേത് വർഗ്ഗങ്ങൾ ഏതേത് തട്ടുകളിൽ നിൽക്കണം എന്നൊക്കെ, അവരുടെ സ്ഥാനം എന്ത്, അവർ അർഹിക്കുന്ന ബഹുമാന്യത എന്ത് എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ മുതലാളി വർഗ്ഗമാണ്, ഓണർഷിപ്പ് കൈയാളുന്നവരാണ്. വാട്ട് ഈസ് ദ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ? ബേസും സൂപ്പർ സ്ട്രക്ചറും എന്താണ്? ബേസ് ഈസ് ദ ഇക്കണോമിക് ഫൗണ്ടേഷൻ ഓഫ് സൊസൈറ്റി. ബേസ് എന്നത് സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ്. സൂപ്പർ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് റിലീജിയൻ, ലോ, പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ. സൂപ്പർസ്റ്റിഷനിൽ വരുന്നത് മതം വരുന്നുണ്ട്, നിയമം വരുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നുണ്ട്, സംസ്കാരം വരുന്നുണ്ട്. ദ ബേസ് ഡിറ്റർമൈൻസ് ദ സൂപ്പർ സ്ട്രക്ചർ. ഈ ബേസാണ് സൂപ്പർ സ്ട്രക്ചറിനെ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സർപ്ലസ് വാല്യൂ എന്താണ്? സർപ്ലസ് വാല്യൂ ഈസ് ദ അൺപെയ്ഡ് ലേബർ ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്നതും എന്നാൽ അത് കൊടുക്കാതെ മുതലാളി പിടിച്ചു വച്ചിരിക്കുന്നതും ആയ ആ പൈസയാണ് ആ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് അവരർഹിക്കുന്നതാണ്, പക്ഷേ അവർക്ക് കൊടുക്കാതെ അവർക്ക് കുറഞ്ഞ കൂലി കൊടുത്തിട്ട് അവരിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ആ പൈസ സർപ്ലസ് വാല്യൂ, അത് മുതലാളി സ്വാർത്ഥമായി ഉപയോഗിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് അപ്രോപ്രിയേറ്റ് ദിസ് എക്സ്ട്രാ വാല്യൂ. ഈ എക്സ്ട്രാ വാല്യൂ തട്ടിയെടുക്കുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റുകളാണ്. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. ആ അധിക വാല്യൂ തട്ടിയെടുക്കുന്നത് കൊണ്ടാണ്, അതാണ് അവരുടെ ലാഭം എന്നവർ വിളിക്കുന്നത്. വാട്ട് ഈസ് എക്സ്പ്ലോയിറ്റേഷൻ? എന്താണ് ചൂഷണം എന്ന് പറയുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, എക്സ്പ്ലോയിറ്റേഷൻ ഒക്കേഴ്സ് വെൻ വർക്കേഴ്സ് ആർ പെയ്ഡ് ലെസ് ദാൻ ദ വാല്യൂ ദേ പ്രൊഡ്യൂസ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യത്തെക്കാളും കുറവ് തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഗെയിൻ ഫ്രം ദിസ് ഡിഫറൻസ്. മുതലാളിമാർ ഈ വ്യത്യാസത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നു. ഇറ്റ് ഈസ് സെൻട്രൽ ടു ക്യാപിറ്റലിസം. ഇത് ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ് ചൂഷണം. എവിടെയൊക്കെ മുതലാളിത്തമുണ്ടോ അവിടെയൊക്കെ ചൂഷണമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കേഴ്സ് വെൻ വർക്കേഴ്സ് ആർ പെയ്ഡ് ലെസ് ദാൻ ദ വാല്യൂ ദേ പ്രൊഡ്യൂസ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന വസ്തുവിൻ്റെ മൂല്യത്തെക്കാളും വളരെ വളരെ കുറഞ്ഞ കൂലി അവർക്ക് നൽകപ്പെടുമ്പോഴാണ് എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നത്. വാട്ട് ഈസ് ഏലിയനേഷൻ? എന്താണ് ഏലിയനേഷൻ അഥവാ എന്താണ് അന്യവൽക്കരിക്കൽ അഥവാ ഒറ്റപ്പെടുത്തൽ? ഒരു തൊഴിലാളിയെ അവരുടെ ജോലിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഏലിയനേഷൻ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏലിയനേഷൻ മീൻസ് സെപ്പറേഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം ദർ വർക്ക്. വർക്കേഴ്സ് ലൂസ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. തൊഴിലാളികൾക്ക് ഉൽപ്പാദനത്തിന് വേണ്ടി യാതൊരു നിയന്ത്രണവുമില്ല. ദേ ഫീൽ പവർലെസ് ആൻഡ് ഐസൊലേറ്റഡ്. അവർ ഐസൊലേറ്റഡ് ആയിട്ടും ഒറ്റപ്പെടുത്തായിട്ടും അധികാരം ശക്തിയില്ലാത്തവരായിട്ടും അവർക്ക് തോന്നുന്നു. ഇനി ടൈപ്സ് ഓഫ് ഏലിയനേഷൻ അക്കോർഡിംഗ് ടു മാർക്സ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പലതരം ഏലിയനേഷനുകളുമുണ്ട്. ഏതൊക്കെയാണ്? ഏലിയനേഷൻ ഫ്രം പ്രോഡക്റ്റ്, പ്രോസസ്, സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് ഉൽപ്പന്നങ്ങളിൽ നിന്ന്, ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന്, അവനവനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെയുള്ള അന്യവൽക്കരണം. ഇത് അങ്ങനെ നടക്കുകയാണ് എന്നാണ് മാർക്സ് പറയുന്നത്. വർക്കേഴ്സ് ഡു നോട്ട് ഓൺ വാട്ട് ദേ പ്രൊഡ്യൂസ്. അവർ ഉൽപ്പാദിപ്പിക്കുന്നതെന്തോ അത് അവർക്ക് സ്വന്തമല്ല. ദിസ് ക്രിയേറ്റ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഇത് അസംതൃപ്തി സൃഷ്ടിക്കുന്നു എന്ന് പറയാം. മറ്റൊരു ചോദ്യമാണ്, എന്താണ് മുതലാളിത്തം, ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം എന്താണ് എന്ന ചോദ്യത്തിന് നമുക്കിങ്ങനെ പറയാം. ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. സ്വകാര്യ ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാമ്പത്തിക സംവിധാനമാണ് ക്യാപിറ്റലിസം എന്ന് പറയാം. ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. സ്വകാര്യ ഉടമസ്ഥനായ മുതലാളി ആണ് എല്ലാ ഉൽപ്പാദന വസ്തുക്കളുടെയും നിയന്ത്രണവും ഉടമസ്ഥതയും കൈയാളുന്നത്. ഈ സംവിധാനമാണ്, ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക ക്രമീകരണമാണ് ക്യാപിറ്റലിസം. എപ്പോഴും ഉൽപ്പാദനം നടക്കുന്നത് പ്രൊഡക്ഷൻ ഈസ് ഫോർ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടിയാണ് ഉൽപ്പാദനം. ഇറ്റ് ക്രിയേറ്റ്സ് ക്ലാസ് ഇനീക്വാലിറ്റി. ഇത് വർഗ വ്യത്യാസങ്ങൾക്കും അസന്തുലിതാവസ്ഥയ്ക്കൊക്കെ കാരണമാകുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ക്ലാസ് ഇനീക്വാലിറ്റി. വർഗപരമായ അസമത്വം ഇത് സൃഷ്ടിക്കുന്നു എന്ന് പറയാം. ആരാണ് ബൂർഷ്വാ എന്ന് പറയുന്നത്? ബൂർഷ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ വർക്കേഴ്സ് ഓണേഴ്സ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന മാർഗങ്ങളുടെ, ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥന്മാരാണ്. ദേ കൺട്രോൾ വെൽത്ത് ആൻഡ് പവർ. അവർ സമ്പത്തും അധികാരവും നിയന്ത്രിക്കുന്നു. ദേ എക്സ്പ്ലോയിറ്റ് വർക്കേഴ്സ്. അവർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അവരാണ് ബൂർഷ്വാ എന്ന് പറയുന്നത്, ബൂർഷ്വാ വിഭാഗം. അതേസമയം ഇതിന് നേരെ ഓപ്പോസിറ്റ് വാക്കാണ് പ്രൊലറ്റാറിയേറ്റ് എന്ന വാക്ക്. തൊഴിലാളി വർഗം എന്നാണ് അർത്ഥം. അല്ല, മുതലാളി വർഗമാണ് ബൂർഷ്വാ എങ്കിൽ തൊഴിലാളി വർഗമാണ് പ്രൊലറ്റാറിയേറ്റ്. പ്രൊലറ്റാറിയേറ്റ് ആർ വേജ് ലേബറേഴ്സ്. അതായത് തൊഴിലാളികൾ, കൂലിപ്പണിക്കാരായ തൊഴിലാളികളാണ് പ്രൊലറ്റാറിയേറ്റ് എന്നറിയപ്പെടുന്നത്. ദേ സെൽ ദെയർ ലേബർ ടു സർവൈവ്. അവരവരുടെ അധ്വാനശേഷി വിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. ദേ ആർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന് കീഴിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ട് പറയപ്പെടുന്നത്. വാട്ട് ഈസ് കമോഡിറ്റി ഫെറ്റിഷിസം? കമോഡിറ്റി ഫെറ്റിഷിസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ട്രീറ്റിംഗ് സോഷ്യൽ റിലേഷൻസ് ആസ് തിങ്സ്. സാമൂഹ്യ ബന്ധങ്ങളെ വസ്തുക്കളായി, ചരക്കുകളായി, സാധനങ്ങളായിട്ട് കരുതുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് കമോഡിറ്റി ഫെറ്റിഷിസം എന്നുകൊണ്ട് പറയുന്നത്. വാല്യൂ അപ്പിയേഴ്സ് ഇൻ കമോഡിറ്റീസ് നോട്ട് ലേബർ. മൂല്യം വരുന്നത് ചരക്കുകളുടെ രൂപത്തിലാണ്, അധ്വാനത്തിൻ്റെ രൂപത്തിലല്ല. ഓക്കെ, അപ്പോൾ വാല്യൂ അപ്പിയേഴ്സ് ഇൻ കമോഡിറ്റീസ് നോട്ട് ലേബർ. ഓക്കെ, അത് അധ്വാനശേഷിയുടെ രൂപത്തിലല്ല വാല്യൂ പ്രത്യക്ഷപ്പെടുന്നത്. ദിസ് ഹൈഡ്സ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ വരുമ്പോൾ ഇത് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നതിനെ, ചൂഷണം നടക്കുന്നു എന്നതിനെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂഷണം നടക്കുന്നത് രഹസ്യപ്പെടുത്തി ചൂഷണം നടത്തുന്നു എന്ന് പറയാം, അറിയാതെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയാം. അതാണ് കമോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറയുന്നത്. ഉപഭോഗ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലൂടെ ഉണ്ടാകുന്ന അവയുടെ മൂല്യവർദ്ധനവോ മൂല്യമോ ഉണ്ടാകുന്നത് ഉൽപ്പന്നത്തിന്മേലെയാണ് മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുന്നത്, അല്ലാതെ അധ്വാനത്തിന്മേലല്ല. അതുകൊണ്ട് ഇത് ചൂഷണം ചെയ്യുന്നത് കണ്ടുപിടിക്കപ്പെടാതെ പോകാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി വാട്ട് ഈസ് ഐഡിയോളജി? എന്താണ് ഐഡിയോളജി? എന്താണ് ആദർശം അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. ഐഡിയോളജി ഈസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്സ് സപ്പോർട്ടിങ് ഡോമിനൻ്റ് ക്ലാസ് ഇൻട്രസ്റ്റ്. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ഉണ്ട്. അപ്പോൾ ഐഡിയോളജി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം വിശ്വാസ പ്രമാണങ്ങളെയും സംഹിതകളെയും വിശ്വസിക്കലാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്സ് സപ്പോർട്ടിങ് ഡോമിനൻ്റ് ക്ലാസ് ഇൻട്രസ്റ്റ്. ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ താല്പര്യം എന്തോ ആ താല്പര്യത്തിന് പിന്തുണ കിട്ടലാണ്, ഒരാശയത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത്. ഇറ്റ് ജസ്റ്റിഫൈസ് ഇനീക്വാലിറ്റി. ചിലപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങൾ, ഐഡിയോളജികൾ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ചൂഷണത്തെയും അസമത്വത്തെയും നീതീകരിക്കുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് റൂളിംഗ് ക്ലാസ് കൺട്രോൾ. അത് ഭരണവർഗത്തിൻ്റെ നിയന്ത്രണത്തെ എല്ലാ കാലവും നിയന്ത്രിക്കുന്നുമുണ്ട്. ഇറ്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് റൂളിംഗ് ക്ലാസ് കൺട്രോൾ. റൂളിംഗ് ക്ലാസ്സിന്, ഭരണവർഗത്തിന് നിയന്ത്രിക്കാനായിട്ടുള്ള അവകാശത്തെ എന്നും അംഗീകരിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്.
17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫാൾസ് കോൺഷ്യസ്നസ്? തെറ്റായ മിഥ്യാ അവബോധം എന്താണ്? ഫാൾസ് കോൺഷ്യസ്നസ് ഒക്കേഴ്സ് വെൻ വർക്കേഴ്സ് ആക്സെപ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് തൊഴിലാളികൾ തങ്ങളുടെ മേൽ നടക്കുന്ന ചൂഷണത്തെ അറിഞ്ഞോ അറിയാതെയോ സമ്മതിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ക്ലാസ് ഇൻട്രസ്റ്റ്. വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ പരാജിതരാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഐഡിയോളജി ഷേപ്സ് ദർ തിങ്കിങ്. ആശയപരമായ ആ പ്രത്യേകത അവരുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ തൊഴിലാളികൾക്ക് വർഗപരമായ താല്പര്യങ്ങൾ തിരിച്ചറിയുന്നതിന് പോലും അവർ പരാജിതരാകുന്നു. മുതലാളിത്ത വർഗത്തിൻ്റെ ആശയങ്ങൾ നിലനിൽക്കുന്ന നാട്ടിലെ തൊഴിലാളികളുടെ അവസ്ഥയാണിത്. തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതായിട്ട്, തങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതായിട്ട് പോലും അവർ തിരിച്ചറിയാതെ വരുന്നു എന്നർത്ഥം. വാട്ട് ഈസ് സോഷ്യലിസം അക്കോർഡിംഗ് ടു മാർക്സ്? മാർക്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യലിസം? സോഷ്യലിസം ഈസ് എ ട്രാൻസിഷൻ സ്റ്റേജ് ആഫ്റ്റർ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ മാറ്റം വന്ന് ഒരു ഘട്ടമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ സോഷ്യലി ഓൺഡ്. ഉപാധികൾ സമൂഹത്തിന് ഒന്നായിട്ട് ഉള്ളതാണ്, സോഷ്യലി ഓൺഡാണ്. ക്ലാസ് ഇൻഡിഫറൻസസ് ബിഗിൻ ടു ഡിക്ലൈൻ. അങ്ങനെ വർഗവ്യത്യാസങ്ങൾ സാവകാശത്തിൽ ഉണ്ടായി വരുന്നു. സോഷ്യലിസം അതിൽ തന്നെ പൂർണ്ണമാണെന്ന് മാർക്സ് പറയുന്നില്ല. സോഷ്യലിസം ഇപ്പോഴുള്ള മുതലാളിത്ത അവസ്ഥയിൽ നിന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഭാവിയിൽ എത്തിച്ചേരാനുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു ഇടനില സ്ഥലം മാത്രമാണ് സോഷ്യലിസം. സോഷ്യലിസത്തിൽ നിന്ന് പിന്നെയും പരിഷ്കാരങ്ങൾ ഒരുപാട് വന്നാലാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന സമത്വം എത്തുകയുള്ളൂ എന്നാണ് മാർക്സ് വാദിക്കുന്നത്. 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് കമ്മ്യൂണിസം? കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ വർഗം എന്നൊന്നില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസം ഈസ് എ ക്ലാസ്ലെസ് സൊസൈറ്റി. വർഗരഹിത സമൂഹമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അവിടെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ ഒരാശയമേ ഉണ്ടാവുകയില്ല. ദർ ഈസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഡിസപ്പിയേഴ്സ്. അന്ന് കമ്മ്യൂണിസം പൂർണ്ണമായ നിലയിൽ വന്നു കഴിയുമ്പോൾ സ്റ്റേറ്റ് ഉണ്ടാവുകയില്ല, രാഷ്ട്രം പോലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം പോലും അപ്രത്യക്ഷമാകും എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് എ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ചേഞ്ച് ത്രൂ കോൺട്രാഡിക്ഷൻസ്. അതായത് വൈരുദ്ധ്യങ്ങളിലൂടെയുള്ള മാറ്റമാണ് അത് വിശദീകരിക്കുന്നത്. സൊസൈറ്റി ഡെവലപ്സ് ത്രൂ കോൺഫ്ലിക്റ്റ്. സമൂഹം സംഘർഷങ്ങളിലൂടെ വികസിക്കുന്നു. ചേഞ്ച് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക്. മാറ്റം നിരന്തരമാണ്, അതുപോലെ തന്നെ ബഹുമുഖമാണ്. ചേഞ്ച് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക്. വാട്ട് ഈസ് റെവല്യൂഷൻ? എന്താണ് വിപ്ലവം? റെവല്യൂഷൻ ഈസ് ഓവർത്രോ ഓഫ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അതായത് മുതലാളിത്ത സംവിധാനത്തിനെ കടപുഴക്കി എറിയലാണ് വാസ്തവത്തിൽ വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മുതലാളിത്ത സംവിധാനങ്ങളെ കടപുഴക്കി എറിയൽ, ഓവർത്രോയിങ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ലെഡ് ബൈ പ്രൊലറ്റേറിയറ്റ്. ആരാണ് അപ്പോൾ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുക? അത് തൊഴിലാളി വർഗം അഥവാ പ്രൊലറ്റേറിയറ്റ് ആണ് ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുക. ഇറ്റ് എസ്റ്റാബ്ലിഷസ് സോഷ്യലിസം. അത് സോഷ്യലിസത്തെ സ്ഥാപിക്കുന്നു. മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ക്ലാസ് കോൺഷ്യസ്നസ്? അതായത് വർഗപരമായ അവബോധം എന്താണ്? ഇറ്റ് ഈസ് അവെയർനെസ് ഓഫ് ക്ലാസ് പൊസിഷൻ. താൻ ഏത് വർഗത്തിലാണ് എന്ന തിരിച്ചറിവിനെയാണ് ക്ലാസ് പൊസിഷൻ, അവെയർ ആവുന്നതിനെക്കുറിച്ചാണ് ക്ലാസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് റെക്കഗ്നൈസ് എക്സ്പ്ലോയിറ്റേഷൻ. തൊഴിലാളികൾ ചൂഷണത്തെ തിരിച്ചറിയുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിലാളികൾ ചൂഷണത്തെ തിരിച്ചറിയുന്നു. ഇറ്റ് ലീഡ്സ് ടു കളക്റ്റീവ് ആക്ഷൻ. തങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നവർ തിരിച്ചറിയുമ്പോൾ അത് കൂട്ടായ ഒരു പോരാട്ടത്തിലേക്ക് എത്തപ്പെടുന്നു. അതാണ് വർഗപരമായിട്ടുള്ള അവബോധം, തിരിച്ചറിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അവെയർനെസ് ഓഫ് ക്ലാസ് പൊസിഷൻ. തങ്ങൾ ഏത് വർഗത്തിൽ ഏത് തട്ടിലാണ് കിടക്കുന്നതെന്ന് അവരവർ തിരിച്ചറിയുന്നു. വർക്കേഴ്സ് തങ്ങളുടെ മേൽ നടക്കുന്ന ചൂഷണത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ അവർക്ക് ഒരുമിച്ച് സംഘടിതരാകുന്നു. ഒടുവിൽ സംഘടിതമായ ഒരു ആക്ഷൻ, അതായത് വിപ്ലവത്തിലേക്ക് അത് മുന്നേറുന്നു. എന്താണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം അഥവാ പ്രാക്തന കമ്മ്യൂണിസം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇറ്റ് വാസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് സൊസൈറ്റി. നോക്കൂ, പണ്ട് കാലത്ത് സമൂഹം ഒരുതരം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ആയിരുന്നു ജീവിച്ച് കഴിഞ്ഞു പോന്നിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇറ്റ് വാസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് സൊസൈറ്റി. പ്രോപ്പർട്ടി വാസ് കളക്റ്റീവ്ലി ഓൺ. സ്വത്ത് എല്ലാവരുടെയുമായിരുന്നു, ആരുടെയെങ്കിലും ഒരാളുടെ സ്വകാര്യമായിരുന്നില്ല സ്വത്ത്. അപ്പോൾ സ്വകാര്യ സ്വത്ത് ഉണ്ടാകാത്ത ദൈവം സൃഷ്ടിച്ച ഭൂമി ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ദർ വാസ് നോ ക്ലാസ് ഡിവിഷൻ. അവിടെ ഉയർന്നവൻ താഴ്ന്നവൻ എന്നിങ്ങനെയുള്ള വർഗ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വാട്ട് ഈസ് ഫ്യൂഡലിസം? എന്താണ് ഫ്യൂഡലിസം? ഫ്യൂഡലിസം വാസ് ബേസ്ഡ് ഓൺ ലാൻഡ് ആൻഡ് ഓണർഷിപ്പ്. ഫ്യൂഡലിസം ഭൂമിയുടെയും ഉടമസ്ഥതയുടെയും അടിസ്ഥാനത്തിലാണ് ഫ്യൂഡലിസം. അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് തങ്ങളുടെ കീഴിലുള്ള
പണിക്കാരെ കൊണ്ട് ജോലി ചെയ്യിച്ച് കാര്യങ്ങൾ നേടിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ. ഉൽപ്പാദനത്തിൻ്റെ മുഴുവൻ ഉപാധികൾ ഫ്യൂഡൽ പ്രഭുവിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് യൂറോപ്പിലെ ഫ്യൂഡലിസം വളരെ പ്രസിദ്ധമാണ്. നേരം യൂറോപ്പിലെ ലോർഡുകൾ എന്ന് പറയുന്ന പ്രഭുക്കന്മാരാണ് കൺട്രോൾ ചെയ്തിരുന്നത് ഭൂമിയെയും കർഷകരുടെ ജോലിയും ഒക്കെ. ലോർഡ്സ് കൺട്രോൾഡ് ലാൻഡ് ആൻഡ് പെസൻസ് വർക്ക്. ഇറ്റ് പ്രിസീഡഡ് ക്യാപിറ്റലിസം. ഫ്യൂഡലിസം അതിന് അധപതനം ഉണ്ടായപ്പോൾ പിന്നീട് തുടർന്ന് വന്ന ഒന്നാണ് ക്യാപിറ്റലിസം. ഫ്യൂഡലിസത്തിൻ്റെ ബാക്കി പത്രം എന്നൊക്കെ പറയുന്ന രീതിയിൽ മുതലാളിത്തം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഫ്യൂഡലിസം പുതിയ രൂപത്തിൽ വന്നതാണ് വാസ്തവത്തിൽ മുതലാളിത്തം എന്ന് ആണ് പറഞ്ഞു വയ്ക്കുന്നത്. വാട്ട് ഈസ് ലേബർ പവർ? എന്താണ് ലേബർ പവർ എന്നാണ് മറ്റൊരു ചോദ്യം. ലേബർ പവർ ഈസ് ദ കപ്പാസിറ്റി ടു വർക്ക്. വർക്കേഴ്സ് ജോലി ചെയ്യാനുള്ള ക്ഷമതയാണ് ലേബർ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികൾക്ക് അധ്വാനിക്കാനും ജോലി ചെയ്യാനുമുള്ള ക്ഷമതയുള്ളിടത്തോളം അവർക്ക് പവർ ഉണ്ടെന്ന് പറയും. വർക്കേഴ്സ് സെൽ ഇറ്റ് ഫോർ വേജസ്. അവരുടെ അധ്വാനശേഷിയെ അവർ വിൽക്കുന്നത് കൂലിക്കാണ്. ഒരു നിശ്ചിത തുക നൽകുകയാണെങ്കിൽ തങ്ങളുടെ അധ്വാനശേഷി വിനിയോഗിക്കാം എന്നവർ സമ്മതിക്കുന്നു. അങ്ങനെ വർക്കേഴ്സ് സെൽ ഇറ്റ് ഫോർ വേജസ്. ക്യാപിറ്റലിസ്റ്റ് പർച്ചേസ് ഇറ്റ്. അതുപോലെ തന്നെ കയ്യിൽ പണമുള്ള മുതലാളിമാർ അത് വാങ്ങിക്കുന്നു, വില കൊടുത്ത് അവരുടെ അധ്വാനശേഷി വാങ്ങിക്കുന്നു. അടുത്തത് വാട്ട് ഈസ് ഇക്കണോമിക് ഡിറ്റർമിനിസം? സാമ്പത്തികമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ്. അതാണല്ലോ ഇക്കണോമിക് ഡിറ്റർമിനിസം എന്ന്. ഇറ്റ് മീൻസ് ഇക്കണോമിക് ഡിറ്റർമിൻസ് സോഷ്യൽ ലൈഫ്. അതായത് സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നതെന്ന്. അതായത് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പെൻഡ് ഓൺ ഇക്കണോമി. രാഷ്ട്രീയ സ്ഥാപനമാണെങ്കിലും ശരി, അല്ല സാമൂഹ്യ സ്ഥാപനമാണെങ്കിലും ശരി, എല്ലാം ഇക്കണോമിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാർക്സ് എംഫസൈസ്ഡ് ദിസ് വ്യൂ. മാർക്സ് ഈ കാഴ്ചപ്പാടിനെ ഊന്നി പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. 27 വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് ഇൻ മാർക്സിസം? മാർക്സിസത്തിൽ പറയുന്ന സാമൂഹ്യ മാറ്റം എന്താണ്? ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ക്ലാസ് കോൺഫ്ലിക്റ്റ്. വർഗസമരത്തിലൂടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. കോൺട്രാഡിക്ഷൻസ് ലീഡ് ടു ന്യൂ സിസ്റ്റംസ്. ഈ വൈരുദ്ധ്യങ്ങൾ പുതിയ സംവിധാനങ്ങളിലേക്ക് നയിക്കുന്നു. ഹിസ്റ്ററി ഈസ് ഡൈനാമിക്. ചരിത്രം അതുപോലെ തന്നെ ഡൈനാമിക് ആണെന്ന് പറയാൻ സാധിക്കും. ഹിസ്റ്ററി ഈസ് ഡൈനാമിക്. എന്നെന്നും മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഡൈനാമിക്കിൻ്റെ അർത്ഥം. റിലീജിയനെ കുറിച്ച് മാർക്സ് എന്താണ് പറഞ്ഞത്? മതത്തെക്കുറിച്ച്. മതം ജനങ്ങളുടെ മനസ്സിനെ മയക്കുന്ന കറുപ്പാണെന്നാണ് മാർക്സ് പറഞ്ഞത്. മതത്തെക്കുറിച്ച് മാർക്സിന് വലിയ പോസിറ്റീവായ ആശയം ഉണ്ടായിരുന്നില്ല. റിലീജിയൻ ഈസ് ദ ഒപ്പിയം ഓഫ് ദ മാസസ് എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫാൾസ് കംഫർട്ട്. മതം നൽകുന്ന സുഖം തെറ്റായ സുഖമാണെന്നും ഇറ്റ് സപ്പോർട്ട്സ് എക്സ്പ്ലോയിറ്റേഷൻ, അത് ചൂഷണത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് മാർക്സ് പഠിപ്പിച്ചത്. വാട്ട് ഈസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി? എന്താണ് സ്വകാര്യ സ്വത്ത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി മീൻസ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സ്. ഉൽപ്പാദന ഘടകങ്ങളുടെ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്റ്റീവ് റിസോഴ്സസിൻ്റെ. ഇറ്റ് ക്രിയേറ്റ്സ് ഇനീക്വാലിറ്റി, അതായത് അത് അസമത്വത്തെ സൃഷ്ടിക്കുന്നു. കാരണം ഉൽപ്പാദനോപാധികളായ ലാൻഡ്, ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഓണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിലാണ്? ഒരു സ്വകാര്യ മുതലാളിയുടെ കയ്യിലും. അതിൽ പണിയെടുക്കുന്ന തൊഴിലാളി വേറൊരാളും ആയി വരികയും മുതലാളി തൊഴിലാളിക്ക് കുറഞ്ഞ് കൂലി കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അസമത്വങ്ങളുണ്ടാവും. മാർക്സ് ഇതിനെ എതിർത്തു. അതാണ് സ്വകാര്യ സ്വത്തിനെ മാർക്സ് എതിർത്തു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതുവരെയുള്ള 30 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ 30 ചോദ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്നാം സെമസ്റ്ററിലെ MSO 001 എന്ന് പറയുന്ന പേപ്പറിലെ, അതായത് ഒന്നാം സെമസ്റ്ററിലെ ഒന്നാമത്തെ പേപ്പർ സോഷ്യോളജിക്കൽ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കിയത്. 1 ഇതിനു മുമ്പ് നോക്കിയതുകൊണ്ടാണ്. പക്ഷേ ഈ 3ാമത്തെ യൂണിറ്റിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓരോരുത്തരും നന്നായിട്ട് വ്യക്തമായിട്ട് ആവർത്തിച്ച് കേൾക്കുക, നോട്ടിലേക്ക് എഴുതിയും പഠിക്കുക.